إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ അവന്റെ ആസ്വാദനങ്ങൾക്കും അതേപോലെ തന്നെ അവന്റെ ജീവിതത്തിലെ പട്ടിണി മാറ്റുന്നതിനും അഥവാ അന്നം തയ്യാറാക്കുന്നതിലും ഇഹലോകത്ത് ജീവിക്കാനുള്ള സർവ്വ വ്യവസ്ഥിതികൾക്കും അല്ലാഹു അനുവാദം കൊടുക്കുകയുണ്ടായി. ഈ അനുവാദങ്ങളിൽ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തതുള്ളൂ. ബാക്കി ഏത് കാര്യങ്ങളും മനുഷ്യന് ചെയ്യാം. അല്ലാഹു പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഏതൊരു കാര്യമുണ്ടോ അത് മനുഷ്യന് ദോഷകരമായിരിക്കും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ ദീനിന് കൃത്യമായ ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു ചട്ടക്കൂടുണ്ട്. അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യന് ചെയ്യാം. അതിന്റെ പുറത്തു കടക്കുക വഇന്ന ഹിമല്ലാഹി മഹാരിമഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിത മേഖല അതിന്റെ പുറത്തു കടക്കുക എന്നുള്ളത് ഹറാമാക്കിയത്, പാടില്ല എന്ന് പറഞ്ഞത് അല്ലാഹു വിലക്കിയിട്ടുള്ള നിഷിദ്ധമായ കാര്യങ്ങളാണ് എന്ന് പഠിപ്പിക്കുകയുണ്ടായി. അതിലേക്ക് കടക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആന്റെ സൂറത്ത് ത്വലാഖിൽ ആയത്ത് ഓതിക്കൊണ്ട് പഠിപ്പിച്ചു, വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ളലമ നഫ്സഹു,
ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബൗണ്ടറികളെ അത് കടക്കുന്നവൻ, ഒന്നാമതായി അവൻ മനസ്സിലാക്കേണ്ടത് അവനോട് തന്നെയാണ് അക്രമം ചെയ്യുന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഇസ്തിഗ്ഫാറിനെ പോലെ, റബ്ബനാ ളലംനാ അൻഫുസനാ, പടച്ചറബ്ബേ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു. കാരണം അവന്റെ ദുന്യവിയായ ജീവിതത്തിനോ അവന്റെ ഉഖ്റവിയായ ജീവിതത്തിനോ കോട്ടം തട്ടുന്ന കാര്യമാണ് ഹറാമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തു എന്നവർ പറയുകയുണ്ടായി. ഫഖദ് ളലമ നഫ്സഹു. സൂറത്തുൻ നിസാഇന്റെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വമൻ യഅസില്ലാഹു വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുകയും വയതഹദ്ദ ഹുദൂദഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള ബൗണ്ടറികൾ ആരെങ്കിലും വിട്ടുകിടക്കുകയാണെങ്കിൽ യുദ്ഖിൽഹു നാറ, അവനെ നരകത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കും. ഖാലിദൻ ഫീഹാ വലഹും അദാബും മുഹീൻ, നിന്ദ്യമായ ശിക്ഷ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഹറാമുകളിൽ നിന്നും ഒരു മനുഷ്യൻ വിട്ടുനിൽക്കുക എന്നുള്ളത് മനുഷ്യന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ശൈത്താൻ ലഅനഹുല്ലാഹ് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്, ഏറ്റവും വലിയ ശത്രുവാണ് ശൈത്താൻ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ശൈത്താൻ അദുവും മുബീനാണ്, വ്യക്തമായ ശത്രുവാണ്. ഫത്തഖിദുഹു അദുവ, അവനെ നിങ്ങൾ ശത്രുവായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കണം. ഇവൻ ചെയ്യുന്നത് എന്താണ്, എങ്ങനെ മനുഷ്യകുലത്തെ നരകത്തിന്റെ വിറകുകളാക്കി തീർക്കാൻ പറ്റും എന്നുള്ള പ്രവർത്തനമാണ് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ അജണ്ട അതാണ്, അവന്റെ കൂട്ടാളികളുടെ മീറ്റിംഗ് അതാണ്, യോഗം അതാണ്. എന്നാൽ ശൈത്താനെയും അവന്റെ കൂട്ടാളികളെയും സഹായിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ചില ആളുകൾ, അതേപോലെ തന്നെ ഇങ്ങനെ ശൈത്താൻ മന്ത്രിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, വലിയ വലിയ പാതകങ്ങളും തെറ്റുകളും, ഒരു മനുഷ്യന് തന്റെ മുസ്ലിമായ, തന്റെ മുഅ്മിനായ, തന്റെ ആദർശ സുഹൃത്തിന് വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളും തന്റെ കുടുംബക്കാരന്, തന്റെ വാപ്പക്ക്, ഉമ്മക്ക്, അയൽവാസിക്ക്, തന്റെ സഹോദരന്, തന്റെ സുഹൃത്തിന് അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, മുറിവുണ്ടാക്കുന്ന, വ്രണപ്പെടുത്തുന്ന കാര്യങ്ങൾ നിസ്സാരമായി കാണുന്ന ആളുകൾ, നിസ്സാരമായ തുലോം തുച്ഛമായ ജീവിതത്തിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെടുമ്പോൾ എല്ലാം മറക്കുന്ന ആളുകൾ, എന്നിട്ട് പാപങ്ങളെ നിസ്സാരമായി കാണുന്നു. പരദൂഷണം പറയുന്നതിന്, ഗീബത്ത് പറയുന്നതിന്, അതിന് യോഗം കൂടുന്നതിന്, അതൊന്നും ചില ആളുകൾക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്തോ ആളുകൾ അതിന് ഒരു ഗൗരവവും കാണുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്, ആരാന്റെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അത് ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ, ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, നമീമത്ത് പറഞ്ഞു നടക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമില്ല എന്നൊരു ഹദീസിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് അല്ലാഹു വഹി കൊടുക്കുകയുണ്ടായി. ഈ രണ്ട് ഖബറുകൾക്കിടയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുത്തു. വഹിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സഹാബത്തിന് പറഞ്ഞു കൊടുത്തു, ഇന്നഹുമാ ലയുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, ഈ രണ്ടാളുകളും ശിക്ഷിക്കപ്പെടുകയാണ്, ഖബറിലെ മാരകമായ ശിക്ഷയ്ക്ക് വിധേയരാണവർ. എന്നാൽ വലിയ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നില്ല. എന്താണ് അവർ ചെയ്തത്? ഒരാൾ ചെയ്തത്, അയാൾ നമീമത്ത് പറഞ്ഞു നടക്കുന്നു, തന്റെ സഹോദരന്റെ, മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്നു. ഇങ്ങനെ നമീമത്ത് പറഞ്ഞു നടക്കുകയും തന്റെ സുഹൃത്തിന്റെ, തന്റെ ആദർശ സുഹൃത്തിന്റെ മനസ്സ് വേദനപ്പെടുത്തുകയും അവന്റെ അഭിമാനം ചോദ്യം ചെയ്യുകയും ചെയ്യുക. ഒരു മനുഷ്യന്റെ അഭിമാനം ചോദ്യം ചെയ്യുന്ന ആരാണ് സഹോദരന്മാരെ എനിക്കും നിങ്ങൾക്കും അവകാശം തന്നത്? ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമായി അല്ലാഹു പഠിപ്പിച്ച സംഗതിയാണ് ഒരു മനുഷ്യന്റെ ജീവൻ, അഥവാ രക്തം ചിന്താൻ പാടില്ല. അവന്റെ അഭിമാനത്തെ, വിശിഷ്യ മുസ്ലിമായ മുഅ്മിനായ തന്റെ സഹോദരന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇർള് എന്ന് പറഞ്ഞാൽ അഭിമാനം എന്നുള്ളത് ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ട കാര്യമാണ്.
എന്ന് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം ഓരോരോ കാര്യങ്ങളും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു, അലാ ഉനബ്ബിഉകും അൽ-അളാ ഹിയ അൻ-നമീമ അൽ-ഖാലതു ബൈനൻ-നാസ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആളുകളെ കുറിച്ച് കേട്ടതും അറിഞ്ഞതും അല്ലെങ്കിൽ കേൾക്കാത്തതും ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയതുമായ കാര്യങ്ങൾ പറഞ്ഞ് വ്യാപിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണെന്ന് പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആദർശ സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ഭൂമിയിലേക്ക് അയക്കുന്ന സമയത്ത് കൃത്യമായ ഒരു അജണ്ടയും രൂപരേഖയും തന്നിക്കൊണ്ടാണ് നമ്മളെ അയച്ചിട്ടുള്ളത്. അതിനാണ് പ്രവാചകന്മാരെ അയച്ചത്. ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി ഏത് സമയത്തും അവൻ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയമാകുമ്പോൾ അത് മാറ്റിവെക്കാം എന്ന്, അല്ലെങ്കിൽ ഒരു ഗെയിം നടക്കുന്നു, ഒരു കളി നടക്കുന്നു, ഒരു ടൂർണമെന്റ് നടക്കുന്നു, ആ സമയത്ത് എന്തുമാകാം എന്നില്ലല്ലോ സഹോദരന്മാരെ. അങ്ങനെയുണ്ടോ? മുസ്ലിമിന്റെ വ്യക്തിത്വവും അവന്റെ നിലപാടും അവന്റെ ഐഡന്റിറ്റിയും ഏത് സമയത്തും അവൻ അത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണമെന്ന് പഠിപ്പിച്ചു. ഇത് ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്ന പോസ്റ്ററുകൾ, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്ന, ഫിത്ന ഉണ്ടാക്കുന്ന തന്റെ മുഅ്മിനായ, തന്റെ മുസ്ലിമായ, തന്റെ ആദർശ സുഹൃത്തായ, ആരാണ് ഈ ആദർശ സുഹൃത്ത്? ആരാ സഹോദരന്മാരെ ഈ ആദർശ സുഹൃത്ത്? ഞാനും നിങ്ങളും മരിച്ചു കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തിൽ വന്ന അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംനു എന്ന് നെഞ്ചു പൊട്ടിക്കൊണ്ട് നമ്മളെ കൂടെ നിന്ന് നമസ്കരിച്ച ഒരുത്തൻ, നമ്മൾ ആദർശ സുഹൃത്ത് പ്രാർത്ഥിക്കുന്നതും അതേപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നതും ഏതോ നമ്മുടെ ആദർശവുമായി ബന്ധമില്ലാത്തവരും അതേപോലെ തന്നെ നമ്മളായിട്ട് മറ്റുള്ള നിലക്കൊന്നും ഉഖ്റവിയായി ബന്ധമില്ലാത്തവന്റെ പ്രാർത്ഥന പോലെ ആവുകയില്ല നമ്മുടെ ആദർശ സുഹൃത്തിന്റെ പ്രാർത്ഥന. നിസ്സാരമായ 1-2 ദിവസങ്ങൾക്ക് വേണ്ടി, നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുക. എന്താണ് പിന്നെ നമ്മൾ ആദർശ ബന്ധം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്? വളരെ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയായിരിക്കാം. ആദർശ കുടുംബത്തിൽ നിന്നും ആദർശ ബന്ധങ്ങളിൽ നിന്നും നിസ്സാരമായ ദുനിയാവിന്റെ കാര്യങ്ങളിൽ പറഞ്ഞ് ഇബ്ലീസിനെ സഹായിച്ച്, ഒരിക്കലും സഹോദരന്മാർ, ഇബ്ലീസ് ഏറ്റവും സന്തോഷിക്കുന്നത് എപ്പോഴാണ്? ദഅവത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ദഅവത്ത് നടത്തുന്ന, ഇസ്ലാഹ് നടത്തുന്ന, അതേപോലെ തന്നെ തൗഹീദിന്റെ ആളുകളായ ആളുകളെ എങ്ങനെ ഭിന്നിപ്പിക്കാം എന്നുള്ളതാണ് അവന്റെ അജണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, നിങ്ങൾ ഇബ്ലീസിനെ സഹായിക്കുന്ന ആളുകളാകരുത്. ലാ തകൂനു ഔന ശൈത്താനി അലാ അഖീകും, നിങ്ങളുടെ കൂട്ടുകാരന്റെ വിഷയത്തിൽ നിങ്ങൾ ഇബ്ലീസിനെ സഹായിക്കരുത്. ഓന്റെ അജണ്ടക്ക് നമ്മൾ കൂടെ നിന്ന് കൊടുക്കുന്നു, അതിനെ സഹായിക്കുന്നു. അതൊരിക്കലും നിങ്ങളുടെ നിന്ന് ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങൾ മുഅ്മിനീങ്ങളാണ്, നിങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഈമാനിന്റെ മധുരം സ്വീകരിക്കുന്ന, ഒരേപോലെ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന, പടച്ചറപ്പിനെ പേടിക്കുന്ന ആളുകളാണ്. ഏതോ ഒരു വികാരത്തിന്റെ പേരിലോ അതേപോലെ തന്നെ എന്തോ നിസാര കാര്യത്തിന്റെ പേരിലോ സ്വന്തം മുഅ്മിനായ മുസ്ലിമായ, നമ്മൾ പല ഖുതുബകളിലും മുഅ്മിനികൾ തമ്മിലുള്ള ബന്ധം, അയൽവാസികൾ തമ്മിലുള്ള ബന്ധം, അതേപോലെ തന്നെ രക്തബന്ധുക്കൾ തമ്മിലുള്ള ബന്ധം, അതും സ്വർഗവും എത്ര ബന്ധപ്പെട്ടതാണ്. അതിനിടയിൽ വിള്ളലുണ്ടാക്കുന്നതിന്റെ ഗൗരവം, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈത്താന്റെ ചതികളെയും അതേപോലെ തന്നെ അവന്റെ പ്രവർത്തനങ്ങളെയും വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഓതിത്തന്നു. അതിൽ ഒരു കാര്യം പറഞ്ഞതെന്താ? നിങ്ങൾ മദ്യപാനവും ചൂതാട്ടവും നിങ്ങൾ ഒഴിവാക്കണം. അത് ശൈത്താന്റെ പ്രവർത്തനങ്ങളാണ്. അത് നിങ്ങൾ ചെയ്യുന്നതോടുകൂടി ശൈത്താൻ ഉണ്ടാകുന്ന പ്രോഫിറ്റ് എന്താണ്, ബെനിഫിറ്റ് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ്. ശൈത്താൻ ഇതിലൂടെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും പകയും ഉണ്ടാക്കലാണ്. നിങ്ങൾക്കിടയിൽ ശത്രുതയും പകയും ഉണ്ടാക്കുക എന്നുള്ളത് ശൈത്താന്റെ അജണ്ടയാണ്. എങ്ങനെ മുസ്ലിമീങ്ങളെ, എങ്ങനെ മുഅ്മിനീങ്ങളെ രണ്ടാക്കി നിർത്താം? എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കളെ, അഥവാ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരെ, അല്ലാഹുവിന്റെ ആളുകളെ എങ്ങനെ രണ്ടാക്കി നിർത്താം?
അതിന് ശൈത്താന്റെ ചില വികാര ജീവികളുടെ സഹായം അവൻ ഉണ്ടാക്കി കൊടുക്കും ചെയ്യും. സോഷ്യൽ മീഡിയകളിലൂടെയും ഇന്ന് സഹോദരന്മാർ ഒരാൾ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് എന്ത് ധൈര്യത്തിലാണ് സഹോദരന്മാരെ ഒരാളെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഇന്ന് ഒരാളിലേക്കോ രണ്ടാളിലേക്കോ ഒരാൾ അയക്കുന്ന പോസ്റ്റർ അത് 10,000-ങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും എത്തും എന്നുള്ളൊരു ലഘുചിന്ത പോലുമില്ലാതെ രാഷ്ട്രീയമല്ല എന്തുമാകാം എന്ന് വിചാരിക്കുന്ന ആളുകൾ. ഞാൻ നമ്മുടെ കാര്യമല്ല പറഞ്ഞു, മൊത്തത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഹറാമുകൾ എങ്ങനെയാണ് സഹോദരന്മാരെ ഇങ്ങനെ രാഷ്ട്രീയവും അതേപോലെ തന്നെ മറ്റുള്ള വീറും വാശികളുമുള്ള എന്തെങ്കിലും ഗെയിമുകളോ മറ്റുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമ്പോൾ ഹലാലുകളാകുന്നത്? നമുക്കറിയാം മ്യൂസിക്കും അതേപോലെ തന്നെ ആർട്ടും ഡാൻസും ഹറാമാണെന്ന് നമുക്കറിയാം. നമ്മളതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളാണ്. എന്നാൽ രാഷ്ട്രീയമാകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മറ്റെന്തെങ്കിലും ആകുമ്പോൾ അതിന്റെ കൂടെ കൂടി കൊടുക്കുന്നത് എന്ത് ദീനാ സഹോദരന്മാരെ? നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നു, നമ്മുടെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. ഓരോരുത്തർക്കും രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകും, ഓരോരുത്തർക്കും അവരുടേതായ നിലപാടുകളും അഭിപ്രായങ്ങളും ഉണ്ടാകും. അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്യും. അതെല്ലാം പ്രശംസനീയമായ കാര്യം തന്നെയാണ്. പക്ഷേ വാഗ്ദാനങ്ങളും അതേപോലെ തന്നെ ആളുകളോട് വാക്കുകളും കൊടുത്ത് തന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത ആൾ ജയിപ്പിക്കാൻ വേണ്ടി മാത്രം പണിയെടുത്ത് ബാക്കി 5 വർഷം ഈ സ്ഥാനാർത്ഥി പണിയെടുക്കുന്നുണ്ടോ, വാഗ്ദാനം നിറവേറ്റുന്നുണ്ടോ എന്നുള്ള ഒരു പണി അല്ലെങ്കിൽ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു നോട്ടം അതുകൂടി നമുക്കുണ്ടാകണം. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? ജയിപ്പിക്കാൻ മാത്രം ഇറങ്ങി പുറപ്പെട്ടാൽ പോരാ. കാരണം നമ്മൾ ആളുകളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മുസ്ലിമിന്റെ വാഗ്ദാനമാണത്, നിസ്സാര കാര്യമല്ല. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളുടെ ഉത്തരവാദിത്തം റബ്ബ് ചോദിക്കുക തന്നെ ചെയ്യും. എന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഒരാൾ അധികാരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ അധികാരത്തിൽ കയറിപ്പറ്റിയവൻ അവൻ അതിന് യോഗ്യനല്ലെങ്കിൽ അവൻ അതിൽ ചതി പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ പക്ഷപാതിത്വം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഓഹരി എനിക്ക് കിട്ടുമോ എന്നും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരണത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ജനങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പിടിച്ചു വലിച്ചു വാങ്ങിയ സംഗതിയാണത്. ജനങ്ങളത് വിശ്വസിച്ചാണ് വോട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം ഏത് സമയത്തും അവന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ, മ്യൂസിക്കും ഡാൻസും അതേപോലെ തന്നെ ആളുകളുടെ അഭിമാനത്തെ കബറിലും, ഇതൊക്കെ ഹറാമാണെങ്കിൽ അത് ഏത് സമയത്തും ഹറാമാണ്. ഏത് സമയത്തും അത് ഹറാമാണ്. അതിന്റെ കൂടെ എന്റെ പാർട്ടിയുടെ വിജയമാണ്, അതിന്റെ വിജയ ആഹ്ലാദമാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ, അത് ഏത് സമയമാകട്ടെ, അതിൽ ഇക്കാവുന്ന രീതിയിലുള്ള ഹറാമായ പടച്ചറപ്പിന് പൊരുത്തമില്ലാതെ ഒരു സലഫിയായ എനിക്ക്, ഒരു ആദർശക്കാരനായി എനിക്ക് പാടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ എങ്ങനെ കൂട്ടു നിൽക്കാൻ സാധിക്കും? നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാൾ പിന്നെ ഭരണത്തിൽ കയറി, അല്ലെങ്കിൽ അയാൾ അതിന്റെ സ്ഥാനത്ത് വന്നു, ശരി തന്നെ, അതിന് നമ്മൾ പ്രവർത്തിച്ചു. ഈ ഷർത്തോടുകൂടി, ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ ഷർത്തോടുകൂടി, എന്നിട്ട് അതിന്റെ പേരിലുണ്ടാകുന്ന അള്ളാഹുവിന് നന്ദി ശുക്ർ ചെയ്യേണ്ടതിന് പകരം നമ്മുടെ താല്പര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തി തന്നു. എന്നിട്ട് ഹറാമിലൂടെയാണ് നമ്മൾ അത് വിനിയോഗിക്കുന്നതെങ്കിൽ, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത രീതിയിലൂടെയാണെങ്കിൽ, അപ്പൊ ചില ആളുകൾ ചിന്തിക്കും മൗലവിക്ക് യോഗം തിരിഞ്ഞിട്ടില്ലല്ലോ എന്ന്. സഹോദരന്മാരെ, ഈ പറയുന്നത് ആരോടാണ്? ആദർശമുള്ളവരോടാണ്. അപ്പൊ ആളുകൾ പലതും ചെയ്യും. മുസ്ലിം നാമധാരികൾ, മുസ്ലിം പേരുള്ള ആളുകൾ പലതും ചെയ്യും. പക്ഷെ ഞാനും നിങ്ങളും, ഞാൻ എന്റെ ഖബറിലേക്കും നിങ്ങൾ നിങ്ങളുടെ ഖബറിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറെ അമലുകൾ എടുത്തത് ബാത്തിലാക്കി കളയുന്ന, സ്വന്തം തന്റെ പ്രിയപ്പെട്ട സഹോദരനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അത് ആരായിരുന്നാലും ഉണ്ടാകാൻ പാടില്ല. എന്തോ ഒരു സങ്കടകരമായ സാഹചര്യം. റോഡുകൾ ബ്ലോക്കാക്കണം മണിക്കൂറുകളോളം. എന്ത് തെറ്റാണ് ആളുകൾ ചെയ്തത്? ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കം, ബോംബുകൾ പൊട്ടിക്കുകയാണ്. സ്വന്തം തൊട്ടടുപ്പുറത്തെ വീടുകളിൽ
പാവപ്പെട്ട വയസ്സായ ഉമ്മച്ചിയും അല്ലെങ്കിൽ വല്ലിപ്പയും വല്യമ്മയും ഉണ്ടോ എന്നുള്ള ചിന്തയില്ല. ആ വല്ലിപ്പയും വല്യമ്മയും താങ്ങിപ്പിടിച്ചുകൊണ്ട് ഇവനെ വോട്ട് രേഖപ്പെടുത്തിയാണ് വല്ലിപ്പ. അങ്ങനെയാണ് ഇവൻ ജയിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇവൻ ജയിച്ചത്. എന്നിട്ട് ആ വീട്ടുകാരുടെ അടുക്കൽ ഒരു ചെറിയ കുട്ടികളുണ്ടോ, അല്ലെങ്കിൽ രോഗികളുണ്ടോ, വയസ്സന്മാരുണ്ടോ, പ്രായം ചെന്ന ആളുകളുണ്ടോ, ഒരു നോട്ടുമില്ല. ആഘോഷ പ്രകടനമല്ലേ, എന്തുമാകാം. അതിൽ നമ്മൾ കൂടി ഇന്ന് കൊടുക്കുന്ന, അവിടെയാണ് നമ്മുടെ സംസാരം. പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ വിജയം ഇന്നുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് മുൽക്ക് കൊടുക്കുന്നത്, അധികാരം കൊടുക്കുന്നത്. അള്ളാഹുവാണ് അധികാരത്തിൽ നിന്നും ഇറക്കുന്നത്. ഒരു മുസ്ലിമിന് അള്ളാഹു അധികാരം കൊടുക്കുന്നുണ്ടെങ്കിലും ഇറക്കുന്നുണ്ടെങ്കിലും അത് പരീക്ഷണമാണ്, ഒന്ന് നല്ലതിന് അല്ലെങ്കിൽ ചീത്തതിന്. എന്നിട്ട് ഒരാൾ പരാജയപ്പെട്ടു അയാളുടെ വീടിന്റെ അടുക്കൽ ചെന്ന് അല്ലെങ്കിൽ അവരുടെ ഓഫീസിന്റെ അടുക്കൽ ചെന്ന് ചെയ്യുന്ന ഈ കാണുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കം പൊട്ടിച്ച് അവരെ വേദനിപ്പിക്കുകയും അവരെ വ്രണപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ കൂടെ നിൽക്കുന്നു. അതിന്റെ വിധി എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഇത് ഈ ഒരു കാര്യം മൊത്തത്തിൽ മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആരും പറയുന്നു, പണ്ഡിതന്മാർ ആരും പറയുന്നത് കേൾക്കുന്നില്ല. മ്യൂസിക് ഹറാമാണ്, ഡാൻസ് ഹറാമാണ്, എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം വരുന്ന സമയത്ത് എല്ലാം ഹലാലാകുന്നത് എങ്ങനെ സഹോദരന്മാര്? അപ്പൊ ഗീബത്തും നമീമത്തും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഹലാലായി കാണുന്നു. യാതൊരു പ്രശ്നവുമില്ല, എല്ലാവരും കൂടെ നിന്ന് കൊടുക്കുന്നു. ശൈത്താനെ സഹായിക്കുന്ന ആളുകളാകുന്ന പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതിന്റെ ആ ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദർശ സുഹൃത്തുക്കൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുക. ശൈത്താൻ ഏറ്റവും സമാധാനിക്കുന്ന, ഏറ്റവും ശൈത്താന് അവന്റെ അജണ്ട നടപ്പാക്കി കൊടുക്കാൻ നമ്മൾ കൂടെ കൊടുക്കുക. ദഅവത്തിനും അതേപോലെ തന്നെ ദഅവ പ്രവർത്തനത്തിനൊക്കെ മുമ്പിൽ നിൽക്കുന്ന, ഒരുപോലെ നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഫിത്നയുണ്ടാക്കാൻ ആരെങ്കിലും കാരണമായിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ നടത്തിക്കോളി. ഞാൻ എന്നോട് നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, ഇതിനുവേണ്ടി യോഗം കൂടുക. ഇസ്ലാമിൽ യോഗം കൂടുന്നതിന് കൃത്യമായ നിയമമുണ്ട്. ഇസ്ലാമിൽ ഒരാൾ ഒരു യോഗം കൂടുന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ലാ ഖൈറ ഫീ കസീറിൻ മിനൻ നജ്വാഹും. അവർ കൂടുന്ന യോഗങ്ങളിൽ, അവർ കൂടുന്ന രഹസ്യ സംഭാഷണങ്ങളിൽ ഒരു ഖൈറുമില്ല. ഏതല്ലാതെ ഇല്ലാമൻ അമറ ബിസ്സദഖത്തിൻ. അവർ യോഗം കൂടുന്നത് പട്ടിണിപ്പാവങ്ങളായ ആളുകൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കണ്ണീരൊപ്പാൻ, അവർക്ക് കുസദഖകൾ കൊടുക്കാൻ, അവർക്ക് ദാനധർമ്മങ്ങൾ നൽകാൻ. അതിന് നിങ്ങൾ യോഗം കൂടുന്നുണ്ടോ? ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ ഒരു നന്മക്ക്, ഏത് നന്മയാകട്ടെ. എത്ര രൂപന്റെ പടക്കം തോറ്റ സ്ഥാനാർത്ഥിയുടെ വീടിന്റെ അല്ലെങ്കിൽ അവന്റെ ചവിട്ടാനി കുട്ടിയുടെ അടുക്ക് പോയി പൊട്ടിക്കണം എന്ന് ഇതല്ല. പാവപ്പെട്ട ആളുകളുടെ റോഡ് ബ്ലോക്കാക്കുന്നതിലല്ല. ആരെങ്കിലും ഒരാൾ വിവേകമുള്ള, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചില്ലേ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മലക്കുകൾ സുന്ദരന്മാരുടെ കോലത്തിൽ വന്നപ്പോ ആ നാട് മുഴുവൻ അവരെ ലൈംഗിക പ്രകൃതി വിരുദ്ധ ലൈംഗിക ചേഷ്ടകൾക്ക് കിട്ടണം എന്ന് അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞു. ആ നാട് മുഴുവൻ. കൂട്ടത്തിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ ഉണ്ടാവുമല്ലോ, അതുപോലും ഉണ്ടായില്ല. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അലൈസ മിൻകും റജുലുൻ റഷീദ്, ഒരാളെങ്കിലും വിവേകമുള്ള, ഒരാളെങ്കിലും ഒരു വിവേകമുള്ള ആൾ നിങ്ങളെ കൂട്ടത്തിലില്ലേ? സങ്കടത്തിന്റെ പാരമ്യതയാണത്. ഇന്ന് ഒരാളെങ്കിലും ആ വണ്ടി ഒന്ന് പോയിക്കോട്ടെ, അത്ര രൂപയുടെ പടക്കങ്ങൾ പൊട്ടിക്കണ്ട. ആരെങ്കിലും, ഇതൊക്കെ മുസ്ലിം പാർട്ടികളാണല്ലോ ഏറ്റവും കൂടുതൽ. നമ്മളിപ്പോ മുസ്ലിങ്ങളോടാണല്ലോ ഈ സംസാരിക്കുന്നത്. ഫിത്നകൾക്കും ഫസാദുകൾക്കും കുഴപ്പമുണ്ടാക്കാനും ആളുകൾക്കിടയിൽ ആളുകളെ എങ്ങനെ മാനസികമായി അകറ്റാം എന്നുള്ളതിലും ആദർശ കൂട്ടായ്മയിൽ എങ്ങനെ ഫിത്നയുണ്ടാക്കാം, എങ്ങനെ വിള്ളലുണ്ടാക്കാം എന്നുള്ളതിന് യോഗം കൂടുന്നതിലപ്പുറം ഒരു സദഖക്ക്, ഒരു മഅറൂഫിന്, ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങളെ രണ്ടാക്കാനല്ല, ജനങ്ങളെ ഒന്നാക്കാൻ. ജനങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ ആരെങ്കിലും യോഗം വിളിക്കുന്നുണ്ടെങ്കിൽ, വമൻ യഫ്അൽ ദാലിക, ഈ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നത് ഇബ്തിഗാ മർളാത്തില്ല, അല്ലാഹുവിന്റെ പ്രീതിക്കുമാണെങ്കിൽ, ഫസൗഫ നുഅതീഹി അജ്റൻ അളീമാ, വമ്പിച്ച പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കും. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന് സദഖ, ആളുകളുടെ കണ്ണീരൊപ്പാൻ. രണ്ടാമത് എന്തെങ്കിലും ഒരു നന്മ, ദീനിയായിട്ടോ ദുന്യവിയായിട്ടോ ആലോചിക്കണം. നമ്മൾ ആലോചിക്കണം, ദീനിയായിട്ടോ ദുന്യവിയായിട്ടോ എന്തെങ്കിലും ഒരു നന്മ
അത് വിജയാഹ്ലാദമല്ലേ? അതൊക്കെ ഉണ്ടാവുമല്ലോ, നടത്തുന്നവരും നടത്തിക്കോട്ടെ. അവരാരും നിങ്ങളെ കവർക്ക് വരൂല, ഇന്ത്യൻ കവർക്ക് വരൂല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പറഞ്ഞ ഏരിയയിൽ എനിക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലും അബദ്ധങ്ങളോ അതേപോലെ തന്നെ ദീനേയല്ലാത്ത ഞാൻ പറഞ്ഞതും ഞാൻ ചെയ്തതും ഞാൻ പ്രവർത്തിച്ചതും ഇന്ന് നമ്മൾ വിചാരണക്കെടുക്കണം. തുലാസിൽ, ദീനിന്റെ തുലാസിൽ ഇട്ട് നോക്കണം നമ്മൾ. ഇത് എനിക്ക് എന്റെ പരലോകത്ത് എന്റെ ഖബറിൽ സിറാത്ത് കടക്കുന്നതിൽ ചോദ്യം ചോദിക്കുന്ന സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റുമോ, പടച്ചറബിന് തൃപ്തിയുള്ളതാണ് എന്ന് ആലോചിച്ച് ഇല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ നടത്തണം. ആരെപ്പറ്റിയാണോ പറഞ്ഞത് തന്റെ സഹോദരന്റെ അടുക്കൽ പോയി മാപ്പി ചോദിക്കണം. അല്ല ഞാൻ പുറത്തരൂല. അതാരും വിചാരിക്കേണ്ടതില്ല. രാഷ്ട്രീയമല്ല, ഇന്നതല്ല, എന്തുമാകാം എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. നമ്മൾ ആരും അങ്ങനെ വിചാരിച്ചിട്ടില്ല കേട്ടാ. നിങ്ങളാരും അങ്ങനെ വിചാരിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. മൊത്തത്തിൽ മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ കിട്ടാതെ പോകുന്നു പല മുസ്ലിം പാർട്ടികളിൽ നിന്നും. ഇതാവുമ്പോ എന്തുമാകാം എന്നുള്ള നിലക്കാണ്. അത് പറ്റൂല സഹോദരന്മാരെ. മുസ്ലിമിന്റെ ഇസ്സത്തും മുസ്ലിമിന്റെ ഐഡന്റിറ്റിയും അവൻ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് അല്ലാഹ് പറയാണ്, സദഖക്കും മഅറൂഫുൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുന്നതിനും അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിനും, മാനസികമായി പ്രയാസം അല്ലെങ്കിൽ അകൽച്ചയുണ്ടാക്കിയ ആളുകളെ, നമ്മുടെ ഒരു വാക്കോ പ്രവർത്തനമോ നമ്മുടെ അല്ലെങ്കിൽ എന്തെങ്കിലും നിലപാടുകളോ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇണക്കാനും അത് വിളക്കി ചേർക്കാനും അത് രൂഢമൂലമാക്കാനും കാരണം ഇതാണ് മെയിന്. ആദർശബന്ധമാണ്, ആദർശ കൂട്ടായ്മയാണ്, ദഅവാ കൂട്ടായ്മയാണ്. ഇഹലോകത്തും പരലോകത്തുമുള്ള ബന്ധം, ഇഹലോകത്തും പരലോകത്തുമുള്ള ബന്ധം, ഇതിലെ ഖൈറുള്ളൂ. ലാ യുസ്അലു ഹമീമുൻ ഹമീമ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിമനി. ഒരു കൂട്ടുകാരനും അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയും അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളും ആരും ചോദിക്കുകയില്ല. പരലോകത്ത് ആരും ഉപകാരപ്പെടുകയുള്ളൂ? ആദർശത്തിൽ തൗഹീദിൽ ലാ ഇലാഹ ഇല്ലല്ലയിൽ ആര് കൂട്ടാളിയായിട്ടുണ്ടോ അവന് ഉപകാരപ്പെടും, അല്ലാത്ത ഉപകാരപ്പെടൂല എന്താണെങ്കിലും. അത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് നമ്മൾ. എന്റെ സംസാരത്തിൽ അത് കുറച്ചുകൂടി ഊന്നി പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹ് പറഞ്ഞു, അങ്ങനെ മീറ്റിംഗ് കൂടുന്ന, അങ്ങനെ രഹസ്യം യോഗം കൂടുന്ന, അങ്ങനെ യോഗങ്ങൾ സംഘടിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ ആ സംഘടിപ്പിക്കുന്നതും ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിന്, ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന്, അവർക്ക് സ്വത കൊടുക്കുന്നതിന്, അവർക്ക് നന്മകൾ ചൊരിഞ്ഞു കൊടുക്കുന്നതും ആളുകൾ കാണാനോ ആളുകൾ പറയിപ്പിക്കാനോ ഞാനെന്ന മഹാൻ നടിക്കാനോ അല്ല. എങ്ങനെയായിരിക്കണം? ഇബ്തിഗാഅമർളാത്തില്ല, അള്ളാഹുവിന്റെ തൃപ്തിക്കാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമാ, വമ്പിച്ച പ്രതിഫലാണ്, വമ്പിച്ച പ്രതിഫലാണ്. അതാണ് ഈ യോഗത്തിന്റെ അസ്ല്. ഇസ്ലാമിൽ യോഗത്തിന് അസ്ലുണ്ട്, മനസ്സിലായില്ലേ? വെറുതെ യോഗം കൂടാൻ പറ്റൂല. അത് ഇസ്ലാമിക ഭരണഘടനയാണ്. അവ നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തിനും ഒരു ഭരണഘടന ഉണ്ട്. ഒരാൾ മീറ്റിംഗ് കൂടണമെങ്കിൽ എന്തിനാണ്, ഏതാണ്, എങ്ങനെയാണ്, അതിന് സൊസൈറ്റിയോ ക്ലബ്ബോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായാലൊക്കെ അതിന് പറ്റുള്ളൂ. എന്നാൽ ഇസ്ലാമോ അതിനൊരു സംവിധാനം വെച്ചു. എന്താണ് ഇസ്ലാമിന്റെ സംവിധാനം? ഈ പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം ഇണങ്ങിയും അതേപോലെ തന്നെ ചേർന്നും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു തൗഫീഖും അതേപോലെ തന്നെ വിട്ടുവീഴ്ച മനസ്ഥിതിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ അലാ അദുല്ലുക്കും അഫ്ളല മിൻ ദറജാതിസ് സ്വലാത്തി വസ്സിയാമി വസ്സദഖ, ഞാൻ നിങ്ങൾക്ക് നമസ്കാരം അതേപോലെ തന്നെ നോമ്പ് സദഖ, വമ്പിച്ച ഇബാദത്തുകളാണ് ഇത് മൂന്നും. അതുപോലെ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു അമല് ഞാൻ നിങ്ങൾക്ക്, ശ്രേഷ്ഠമായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്. നബി പറഞ്ഞു, സഹാബത്ത് തിരിച്ചു പറഞ്ഞു, റസൂലെ നിങ്ങൾ പറഞ്ഞു തരൂ. ഖാല ഇസ്ലാഹു ദാത്തിൽ ബൈനി ഫഇന്നൽ ഫസാദ ദാത്തിൽ ബൈനി ഹിയൽ ഹാലികതു.
മുഅ്മിനീങ്ങൾക്കിടയിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ, വിശിഷ്യ മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും ഇടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം. അകൽച്ച സൃഷ്ടിക്കല്ല വേണ്ടത്. ഒരു വാശിപ്പുറത്ത്, ഒരു ആവേശപ്പുറത്ത്, ഇന്നോ നാളോ തീർന്നു പോകേണ്ട, അല്ലെങ്കിൽ അധികം കൊടുക്കേണ്ട പ്രാധാന്യത്തിലപ്പുറം കൊടുക്കുന്ന ഒരു കാര്യം അങ്ങനെ കൊടുത്ത് യഥാർത്ഥത്തിൽ ദീന് മറന്ന്, അള്ളാനെ മറന്ന്, തന്റെ ആദർശത്തെ മറന്ന്, തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ മനസ്സ് വേദനിപ്പിച്ച് കുഴപ്പമുണ്ടാക്കി കുടുംബത്തിൽ അതേപോലെ തന്നെ കൂട്ടായ്മയിൽ വിള്ളലുണ്ടാക്കുന്ന ആ പ്രവർത്തനം ഏറ്റവും വലിയ വൻപാപമാണ്. ഏറ്റവും വലിയ പ്രവർത്തനം, ഏറ്റവും നല്ല അഫ്ളലായ പ്രവർത്തനം അങ്ങനെ പിരിഞ്ഞു നിൽക്കുന്നവർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കലാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ഫസാദ ദാതിൽ ബൈനി ഹിയൽ ഹാലികതു. കുഴപ്പങ്ങൾ ചേരിതിരിഞ്ഞ് രണ്ടായി നിൽക്കലും അതേപോലെ തന്നെ കുഴപ്പമുണ്ടാക്കലും അത് തകർത്ത് കളയുന്നതാണ്, വടിച്ച് നാമാവിശേഷമാക്കി കളയലാണ്. എന്ത്? ഇന്നഹാ തൽഹഖു ശഅറ വലാകിൻ തൽഹഖുദ്ദീൻ. അഥവാ ഒരു കത്തി അല്ലെങ്കിൽ ഒരു ബ്ലേഡ് അത് തലമുടി എങ്ങനെയാണോ നീക്കുന്നത്, ഒന്നുമില്ലാത്ത കുറ്റിയൊപ്പിച്ച് എടുക്കുന്ന പോലെ ഒരു മനുഷ്യനിൽ നിന്നും ദീനിനെ കുറ്റിയൊപ്പിച്ച് ഇല്ലാതാക്കും, ദീനിനെ വടിച്ചു കളയും, ദീനില്ലാതാക്കും. മുഅ്മിനീങ്ങൾ പരസ്പരം ഫിത്നയിലും അതേപോലെ തന്നെ അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കി അവർ രണ്ടു കൂട്ടർ ഭിന്നിപ്പിൽ നിൽക്കുന്നത് അവരുടെ മതത്തെ ഇല്ലാതാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പഠിപ്പിക്കണം. കൂടെ നിൽക്കുന്നതിന് പകരം പിരിഞ്ഞു നിൽക്കൽ മതത്തെ തകർക്കുന്നതാണ്. ധാരാളക്കണക്കിന് ഹദീസുകളും ആയത്തുകളും ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്കും നിങ്ങൾക്കുമുള്ള അധ്യാപനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഓരോന്നിനും കൊടുക്കേണ്ട പ്രാധാന്യത്തിൽ അപ്പുറം കൊടുക്കുമ്പോഴാണ് മതത്തെ ആളുകൾ വിസ്മരിച്ചു കളയുന്നത്. അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ഓരോന്നിനും നമ്മൾ പ്രാധാന്യം കൊടുക്കും. കുടുംബത്തിന് പ്രാധാന്യമുണ്ട്, രാഷ്ട്രീയത്തിന് പ്രാധാന്യമുണ്ട്, നമ്മുടെ സമ്പത്തിന് പ്രാധാന്യമുണ്ട്. അതിന്റെ പ്രാധാന്യത്തിൽ കൂടുമ്പോഴാണ് ആളുകൾ സക്കാത്ത് കൊടുക്കാതിരിക്കുന്നത്, ഹറാമും ഹലാലും നോക്കാതെ ആളുകൾ സ്വീകരിക്കുന്നത്, ആളുകളെ പറ്റിക്കുന്നത്, കൊള്ളലാഭം എടുക്കുന്നത്, പൂഴ്ത്തിവെപ്പ് നടത്തുന്നത്, പലിശ വാങ്ങുന്നത് ഒക്കെ സമ്പത്തിന് കൊടുക്കേണ്ട പ്രാധാന്യത്തിൽ കൂടുതൽ കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രാധാന്യം അള്ളാന്റെ ദീനിനാണ്, അള്ളാഹുക്കും അള്ളാന്റെ റസൂലിനുമാണ്. എന്നിട്ട് മറ്റുള്ളതിന് കൊടുക്കേണ്ട പ്രാധാന്യത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ആവേശങ്ങളൊന്നും ഉണ്ടാവില്ല. ജയിപ്പിക്കാനും അതേപോലെ തന്നെ ഒരാൾ ജയിച്ചു കാണാനൊക്കെ നമ്മൾ പ്രവർത്തിക്കും. പക്ഷേ അതിനുശേഷം എന്തൊക്കെ വന്നാലും ആവേശത്തിന്റെ പേരിലും വിജയാഹ്ലാദത്തിന്റെ പേരിലും ഈ കാണിക്കുന്ന തോന്നിവാസങ്ങളും അതേപോലെ തന്നെ ഈ കാണിക്കുന്ന മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ ഖബറിൽ അതേപോലെ തന്നെ നമ്മുടെ പരലോകത്തിന് ദോഷകരമായി ബാധിക്കുന്നതാണ് എന്ന് എല്ലാ മുസ്ലിം സമൂഹത്തിലെ ആളുകളും എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും മനസ്സിലാക്കണമെന്നാണ് ഇത്തരണത്തിൽ വസിയത്ത് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാനുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിനിടയിലും ആദർശ കൂട്ടായ്മകൾക്കിടയിലും സഹോദരന്മാർക്കിടയിലും നല്ല മനസ്സും അതേപോലെ തന്നെ പരസ്പരം വിട്ടുവീഴ്ചയും അതേപോലെ തന്നെ സ്നേഹവും അല്ലാഹു സുബ്ഹാനഹു വ തആല രൂഢമൂലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ഫിത്തനകളിൽ നിന്നും നമ്മളെയും നമ്മളെ മഹലിനെയും നമ്മളെ ആദർശ ബന്ധുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസപ്പെടുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനാൽ ഫിർദൗസ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.